കുട്ടി മോനെ കണ്ണ കട്ടിട്ടോട്ടേ മനുഷ്യൻ കണ്ണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോ അതിന്റെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈദ് മുബാറക് എന്ന് പറയാ രാത്രി, അതായത് തലേദിവസം നാളെയാണ് ചെറിയ പെരുന്നാൾ. നാളത്തെ ദിവസം അടിപൊളി ദിവസമാവട്ടെ. നമ്മൾ ആശംസിക്കുന്നു. ഇതൊരു കോമഡി. ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനമാകട്ടെ. നാളെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈദ് മുബാറക്. ഇത് മറ്റേ അമ്മമാരെ മാതിരിയാണെന്ന് നാളെ മാത്രല്ല എല്ലാ ദിവസവും ഇനി ഒരാളുടെ ദിവസങ്ങൾ അടിപൊളിയാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം. ഒരു ദിവസം നന്നായ എല്ലാ ദിവസത്തിന്റെ ഒരു പ്രതീകമാണ്. എങ്ങനെ ഈ എല്ലാ ദിവസം ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസം ഉണ്ടാവും. ഞങ്ങളെ നാട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുന്നാള്, ഓണം, വിഷു, മലപ്പുറം ജില്ല ജില്ലകളും മോശമൊന്നുമില്ല, അങ്ങനല്ല, എല്ലാത്തും അടിപൊളിയാണ്. ഇപ്പൊ ഞങ്ങള് നല്ലതാണ്. വിഷു ഒക്കെ ആയി കഴിഞ്ഞാല് പലഹാരങ്ങളുടെ പൂരാണ്. വിഷു പെരുന്നാളായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പലഹാരങ്ങളുടെ പൂരാണ്. ഇന്നും കുറേ പലഹാരങ്ങൾ കൊടുക്കുന്നു. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. പടക്കം പൊട്ടിങ്ങനെ നമ്മൾ അയൽവാസികളൊക്കെ കൂടിയിട്ട് പടക്കം പൊട്ടിക്കാണ്ട്. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ നമ്മള് കാണിക്കാൻ പോകുന്നത് അവര് വിളിക്കുന്നുണ്ട്. ഇൻട്രോ എടുക്കാൻ വേണ്ടി അവര് വിളിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ നേരെ അവിടേക്ക് കിടക്കാം. വേറെ കാര്യം, ഇന്ന കളിയാക്കരുത്. അതിനൊരു കാരണം അതിലുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതോളൂ, ഇന്ന അതിൽ കളിയാക്കാൻ നിൽക്കരുത്. പടക്കം പൊട്ടിക്കാറില്ലല്ലോ. അല്ല, ഇവന് പടക്കം പേടിയായിട്ടാണ്. കാരണം എന്താ അറിയോ, ഇവനെ പടക്കം പൊട്ടിച്ച എനിക്ക് തലവേദന. കാരണം എന്താ അറിയോ, ഇവൻ പൊട്ടിക്കും. അതല്ല, അതെന്ത് സംഭവിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ആളെ മനുഷ്യരെ ചെവിക്കല്ല് പോവും. അതല്ല, ഏറ്റവും നല്ലത് പടക്കം പൊട്ടിക്കാതിരിക്കുന്നതാണ്. കാരണം എന്താ അറിയോ, പിന്നെ ആരെ പൊട്ടിക്കുക അല്ല പറഞ്ഞത്. പടക്കം അതല്ല പറഞ്ഞത്, അങ്ങനെ പറയുന്നു. എന്റെ കൂട്ടുകാരന്റെ കൈ എന്തുണ്ടായി, അവന്റെ ഈ 4 വിരലിന്റെ ഭാഗം ഗുണ്ട് പൊട്ടിച്ച. എന്തായാലും ഇവന്റെ ഫ്രണ്ട്സ് അല്ലേ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. ഇവന്റെ നിലവാരം വെച്ച് നോക്കുമ്പോ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഓ, പിന്നെ എന്റെ ഫ്രണ്ട് അംബാനിയും മറ്റൊരൊക്കെ. അംബാനിന്നല്ല, കുറച്ച് ബുദ്ധി വരും. നമ്മൾ അത്ര ആഗ്രഹിക്കുന്നു. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും അപ്പൊ എന്താ, മാക്സിമം പൊട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. സേഫ്റ്റി നോക്കുന്നത് പൊട്ടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമുക്ക് നേരെ അവർ വിളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ പൊട്ടിക്കുന്നത്. അയ്യോ, അത് പൊട്ടു. അത് പൊട്ടാളാ പൊട്ട പൊട്ടി മോനെ. കണ്ണ കട്ടിനോട്ടേ മനുഷ്യൻ കണ്ണ് കട്ടിനോട്ട്. ചോറിനെ വിളിച്ചതാ. അയ്യോ, അടി കൊടുക്കുന്ന ചടങ്ങ് അങ്ങനെ പാവങ്ങൾക്ക് അടി കൊടുക്കാണ്. എല്ലായിടത്തും ഉള്ളതാണ്. നാട്ടിലുണ്ടെങ്കിൽ കണ്ടു കേട്ടാ. മൈക്ക് വേണ്ടല്ലോ ഇതിനൊന്നും. എന്താ ഇതിന്റെ ആവശ്യമില്ല.
നോക്കണ്ട ആവശ്യം അവിടെ എല്ലാവർക്കും പടക്കം വാങ്ങി കൊടുത്തു ഇവിടെ പൊട്ടിച്ച് ഇറങ്ങാറായിട്ട് ഒന്ന് കൈ കൂട്ടാ എടാ കൈ മറ്റേ കൈ കുറച്ച് വിട്ട് വെച്ചാ ചീറ്റണേ അത് ശ്രീകുട്ടൻ ഓ പ്രാകല കുട്ടി ഒന്നുകൂടി എന്റെ തൊരയില് പൊട്ടിക്കിട്ടാ ഞച്ചം പൊട്ടിച്ചടക്ക് പൊട്ടിക്കണമെന്നുണ്ട് ഇത് അന്നത്തെ സംഭവത്തിന് ഭയങ്കര പേടിയാ പിള്ളേരെ എടുത്തിക്കിടന്നു ശരിക്കും പിള്ളേരാണ് കൊച്ചുകൂടി കൈ ചെറുതാ കല്ല പുറത്തെറിയ പ്രതീക്ഷ പൊട്ടിയില്ല കഴിഞ്ഞ പോകട്ടെ ഇനി കവർ എന്താ വെച്ചാ ഈ പൊട്ടിക്കണമെങ്കിൽ പറയാ പക്ഷെ ഞാനെന്തോ എനിക്ക് എന്റെ കൂട്ടായിട്ട് കയ്യിലാ അപ്പുറത്ത് തന്നെ അറ്റണ്ട് പോയി പിന്നെ എല്ല് മാത്രം ഉണ്ടെന്നുള്ളത് അത് കണ്ടപ്പോ ആകെ പേടി അത് കാരണം അല്ലാതെ എന്താ വീഡിയോ സംഭവം എന്താ അറിയോ വീഡിയോ ചെറുതായിട്ട് പണി കളി നമ്മള് ഫസ്റ്റത്തെ മൈക്കല്ലേ അപ്പൊ മൈക്കിനെ കുറിച്ച് പറയണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മള് ഫസ്റ്റത്തെ വീഡിയോ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മള് 8 മിനിറ്റിന്റെ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു ചളിയും കുറെ സാധനങ്ങളും ദതയമായി തിന്നുന്ന വീഡിയോസും കുറെ കടികളെ വീഡിയോസ് ഒക്കെ നമ്മള് അറിയാതെ അതില് കടിയൊന്നും മനസ്സിലായില്ലേ ഇപ്പൊ മെയിനായിട്ട് പ്രശ്നം എന്താ അറിയോ വീഡിയോ എടുക്കാൻ ഇപ്പൊ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ ഇതിലെല്ലാ സാധനം തിന്ന് അതാണ് സംഭവം ഇതിന്റെ കടല വേറെ തിന്ന് അതാണ് ഇപ്പൊ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് മൊത്ത സാധനം ഇനിയിപ്പോ ആകെയുള്ള കാണിക്കാൻ ഇതും ഈ ഗോലിമാലും അതേമാതിരി തന്നെ അല്ലേ ഗോലിമാല് അതേമാതിരി അതല്ല 5 മണിക്ക് തിരിഞ്ഞു തിന്നൽ തുടങ്ങിയതല്ലേ അപ്പൊ അത്രക്കെ ശരിയാട്ടോ നമ്മള് ഈ നോമ്പ് നാളെ ചെറിയ പെരുന്നാള് നാളെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും ധൃതി പിടിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുമല്ല പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് കുറച്ച് സാധനം തിന്ന വീഡിയോ എടുക്കുമ്പോ കടല മാത്രം കൊറേ താത്തമാരുണ്ട് പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും ഇതേപോലെ എന്തെങ്കിലും കൊടുക്കുന്ന ബിരിയാണി ആയിട്ടും ബിരിയാണിന്റെ സീസൺ നെയ്ച്ചോറായിട്ടും പിന്നെ അതെ ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഇതാ ഇതൊക്കെ വരത്തനട്ടോ ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അത് സംഭവം പെട്ടെന്ന് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല മന്തിയാണോ ബിരിയാണി മന്തിയാണോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നത് കോഴി പൊരിച്ചതോ അടിപൊളി ഭക്ഷണം കേട്ടോ അടിപൊളി അറിയാത്ത നമ്മളെ മെയിൻ ഫുഡ് നാട്ടുപുറാണ് അതുകൊണ്ടാണ് അതാണ് നമ്മള് മലപ്പുറത്തിന്റെ സ്നേഹമാണ് അല്ലേ
അല്ല ഞാൻ പറഞ്ഞത് തമ്മിൽ എന്താ ബന്ധം? അത് അത് നിങ്ങളെ തമ്മിൽ ഇവിടെ ഭയങ്കര ബന്ധമില്ല. ഓണം- നമ്മളെ നാട് കാരണം അല്ലടാ, നമ്മളെ നാട് പെരുന്നാളും ഓണം വിഷു ഒക്കെ ഭയങ്കര ആഘോഷമാണ്. പെരുന്നാളായാലും എല്ലാവരും ഓണായാലും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരുമയാണ്. ഇന്ന് തലേ ദിവസമായിട്ടുള്ളൂ. നാളത്തെ വീഡിയോസ് നമ്മളിനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഈ തലേദിവസം തന്നെ ആ ഒരു നമുക്ക് പൊടി- പറ്റിയ അമ്മിണി തലേദിവസത്തിന്റെ ഉണ്ടാവും. അവിടെ നല്ല- മുമ്പ് ആ ഒരു പൊടി. നമ്മളത് നീറ്റായിട്ട് ഇത് നേരത്തെ വീട് ചെയ്ത് തന്നെ പോയി. ആ പോയി സങ്കടായി. ചർച്ചയായി എനിക്ക് കൊറേ കോമഡി ഉണ്ട്. ശ്ശെ. കൊറേ സാധനങ്ങളാണ് കഴിച്ചു. അറിഞ്ഞും കൂടി ചെയ്യണല്ലേ? ഞാൻ അറിയാതെ തന്നെ. അല്ലടാ അന്നെ ഊക്കണ ഗ്യാപ്പൊക്കെ അത് പോയി. എന്തായാലും ഞാൻ ഊക്കിയുടെ എന്തായാലും പോയി. ബെസ്റ്റ് ഊക്കാണ് എന്തായാലും പോയതെന്നായി. മിച്ചറ് നല്ല രസം കിട്ടാ. എനിക്ക് പോയിക്കോട്ടെ ഇഷ്ടപ്പെട്ടെ. ഇത് ഇതില്ല. അങ്ങനല്ല പൊരിക്കടി തിന്നാ മതി. അങ്ങനെ പൊരിക്കടി തിന്നാ മതി. കേക്കും കൊടുക്കണ്ട, കോഴിക്കറി മാത്രം തിന്നാടാ. ഏയ് മൊത്തം തിന്നാ. ഇത് എന്നാ പൊരിക്കടി ആ തിന്ന പൊരിക്കടി തിന്നുക. ശരി ശരി കൈ കൊണ്ട കൈ കൊണ്ട കൈ കൊണ്ട കൈ കൊണ്ട 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 തരാൻ പറ്റില്ല. എന്റെ കൈ മിസ്സാ. അറിയോ എനിക്കറിയോ എന്റെ കൈ തരാൻ പറ്റില്ല. തുടങ്ങി ചളി അന്താരാഷ്ട്ര എല്ലടാ, ഈ എപ്പോഴും തിന്നൽ തുടങ്ങിയതാ. ഇതിപ്പോ 2 ഐറ്റം ഉള്ളു പരിപാടി. നിങ്ങളിവിടെ വെക്കട്ടാ. ഈ സാധനമൊക്കെ തീർക്കണം. 5 മണിക്ക് തുടങ്ങി. അപ്പൊ സമയം എത്ര മണിയല്ലേ? 10 മണി. സാജാത്ത ഇവരൊക്കെ കൊടുന്ന പരിപാടികളൊക്കെ ഇവരെന്നെ തിന്നതും. നമ്മള് തിന്നു നമ്മള് പാമ്പോരിയും സംഭവം വയ്യട്ടാ ഗൈസ്. നമ്മള് ഈ മാക്സിമം നമ്മളെ പറ്റുന്ന പാമ്പോരിയും കട്ട്ലേറ്റ് കുറച്ചും കൂടി നേരം നിക്കുന്നേ. കുറച്ച് വെള്ളം കുടിച്ച് എണ്ണ മാത്രമാവും. അയ്യേ എണ്ണ മാത്രം അഞ്ചിന്റെ കടല മാത്രം 5 മിനിറ്റ് ഇങ്ങനെ പോയിട്ടാ. ഒരു കാര്യം കേട്ടാ, നാളെ വയറ് ഫുള്ളും കായാക്കറ. ഉച്ചക്ക് ബിരിയാണി തിന്നാൻ വേണ്ടിട്ടേ പിന്നെ ചായക്കടി ഇല്ല, ഒന്നും ഉണ്ടാവില്ല. വയറ് കാലിയാക്കി ഈ കടല മാത്രം പൊറുക്കി തിന്നെയാണ്. അത് എന്താണെന്ന് അറിയാം, അവസാനം അണ്ടി പിണ്ണാക്ക് മാത്രം ഉണ്ടാവുള്ളൂ. അണ്ടി പുണ്ണാക്ക് എടാ ഈ അണ്ടി പുണ്ണാക്ക് പറഞ്ഞ എന്താ അത് സംഭവമാണ്. മനസ്സിലായി? ഒരു വെറും വേസ്റ്റ് അല്ല, ഒരു ഇതാണ്. നമ്മളെ ബുദ്ധിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ബാക്കി വേസ്റ്റ് ആയി പോകുന്ന സാധനം. അത് നമ്മൾ അങ്ങനെ പുച്ഛിച്ച് കളയും. നല്ലടാ, നല്ല രസമല്ലടാ. ഇത് എന്തായാലും ഗോലുമാലേ. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇന്ന് പെരുന്നാളാന്ന് വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ അവർക്ക് 29 നോൽമ്പ് കിട്ടുള്ളൂ. 30 നോൽമ്പ് കിട്ടണമെങ്കിൽ നാളത്തെ വീട് ഗൾഫിലൊക്കെ ഇവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. ഇന്ന് അതെ, അതെ. നാളെ എന്നുള്ളത് അച്ഛൻ ഗൾഫിൽ പോയി മറ്റന്നാ തന്നെ ആവുള്ളൂ. അപ്പൊ അല്ല അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? മയക്കിലെടുത്തോണ്ട് അപ്പൊ അപ്പൊ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്ന വിചാരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയട്ടെ. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. അഡ്വാൻസ് ഈദ് മുബാറക്. നാളെ ഈദ് മുബാറക്. അപ്പൊ നാളെ ചിലപ്പോ ഉപയോഗിക്കൂലേ? ഈദ് മുബാറക്. നാളെ ഇടണമെങ്കിൽ ഉറപ്പിക്കണം. അപ്പൊ നാളെ നമുക്ക് അടുത്ത ഈദ് മുബാറക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി അടിച്ചു പൊട്ടിക്കുക.